പാണ്ടി മൂപ്പ ദേ അടുത്ത പാർട്ടി. അല്ല ഇതാരപ്പാ? എന്താ ഇതുവഴി? പാടത്ത് പോയിട്ട് വരുന്ന വഴിയാ. എന്തായി എന്റെ രാസനാദി കഷായം? അത് പിന്നെ ഇവിടത്തെ തിരക്കൊക്കെ അറിയാലോ. നാളെ തരാം. എന്താ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നേ? നിന്റെ മരുന്ന് വാങ്ങാനാ? ഹേയ്, നമ്മുടെ ഉൽപ്പലാക്ഷന്റെ അടുത്ത് മഷി നോക്കാൻ വന്നവരാ ഇവരൊക്കെ. സ്വന്തം കഴിവില് വിശ്വാസം ഇല്ലാണ്ടായി തുടങ്ങിണ്ടാവും. അല്ലെങ്കിൽ വേറൊരുത്തന്റെ കാല് പിടിക്കണോ? ലംബോദരാ, കൊടപിടി. കഷ്ടകാലം കാണുന്നത് കഷ്ടകാല ലംബോദര. അതെ അതെ, പോവാം. ലംബോദര കൊടപിടി. ഈ ലംബോദര ഇതെന്ത് ജന്മാവൈദ്യരെ? അതിന്റെ ഒക്കെ ജന്മം തന്നെയാ വാനരൻ. ഞാൻ കാര്യമായിട്ടൊന്ന് പറഞ്ഞോണ്ട് നേരത്തെ വിളിക്കാം. ചെല്ലി ചെല്ലി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പെൻഷൻ പറ്റിയ പശുതോട്ടക്കാരനാണേ. കേട്ടിട്ടുണ്ട്. വരൂ. ഓ, ഇരിക്കൂ. ക്ഷമ പറയാനാ ഞാൻ വന്നത്. എന്തിന്? എന്റെ മോന്റെ അവിവേകം കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം. നിങ്ങളുടെ മോളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ, അത് മതി. ഇനി ഇങ്ങനെ അബദ്ധം പറ്റില്ല. അബദ്ധോ? ആര് പറഞ്ഞ അബദ്ധമെന്ന്? ഉൽപ്പലാസിന്റെ പ്രായത്തിൽ ഇതൊന്നും ഒരു തെറ്റല്ല. അത് എനിക്കിഷ്ടം ഉൽപ്പലാസിനെ. എന്റെ ഇഷ്ടം തന്നെ തങ്കമണിയുടെ. ഞാൻ ആ ഉദ്ദേശത്തിലല്ല. വേണ്ട, ഞാൻ ആ ഉദ്ദേശത്തിലാണെന്ന് കരുതിക്കോളൂ. കുടിലിന്റെ കാര്യത്തിൽ സാമ്യതയുള്ള ഒരു മരുമോനെയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഭാഗ്യ. ഉൽപ്പലാക്ഷനെ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ അത്താഴം വരണം. അങ്ങോട്ട് വിളമ്പി കൊടുക്കുമോളെ. അവനിനി ജീവിതകാലം മുഴുവൻ വിളമ്പാനുള്ളതല്ലേ? ബാക്കി ഇങ്ങോട്ടിട്ടോളൂ. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കാ ക്ഷീണം. ഇനി കഴിക്കില്ല. 3 നേരം ഇവിടെ തന്നെ ആയിക്കോട്ടെ. കൂടെ ഞാനും. ഭക്ഷണം മാത്രം ആക്കണ്ട, താമസം കൂടെ ആയിക്കോട്ടെ. വേണ്ടി വന്നാ ഉൽപ്പലാക്ഷന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. അല്ലേ വൈദ്യരെ? അതിനു മുമ്പ് താലികെട്ട് നടത്തണേ. അതൊക്കെ എന്നേ തീരുമാനിച്ചു കഴിച്ചതാ. നീ വിളമ്പി കൊടുക്കുമോളെ. ഈ കൈ കൊണ്ട് തന്നെ എന്നും വിളമ്പണമെന്നാ എന്റെ പ്രാർത്ഥന. ഇവിടത്തെ ചെക്കന് കല്യാണാലോചിച്ച പെൺകുട്ടീനെ വരുത്തനായ ഒരുത്തന് പെണ്ണാലോചിക്കുന്ന കണാരങ്കാരനോരുടെ നടപടി തീരെ ശരിയായില്ല. എന്റെ മോന് അവന്റെ മോളെ വേണ്ട. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? ഇനിയിപ്പൊ അയാൾ വന്ന് കാല് പിടിച്ചാലും നമ്മൾ കൊടുക്കോ? ഇല്ല. പിന്നെ വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഇവിടത്തോടുള്ള വാശി തീർക്കാനാ കണാരങ്കാരനൊരു തങ്കമണിയെ ഉൽപ്പലാക്ഷന് പെണ്ണാലോചിക്കുന്നത്. അച്യുതന് കൊടുക്കാമെന്ന് പറഞ്ഞ പെണ്ണിനെ ഉൽപ്പലാക്ഷനെ കൊണ്ട് കെട്ടിച്ചാൽ ഇവിടത്തെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമല്ലേ? കരി കഴുകിയ പോകൂലേ വൈദ്യരെ? ലംബോദര, ഓ, അകത്തു പോ. ഓ, ഒരു വഹയ്ക്ക് കൊള്ളില്ല. അതുകൊണ്ടല്ലേ ഇവിടത്തെ ഭർത്താവായി പോയത്. വൈദ്യരെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കണാരങ്കാർന്ന് ഒരു ഉൽപ്പലാക്ഷനെ പിടികൂടും മുമ്പേ നമ്മൾ പിടിക്കണം. ഇവിടത്തെ അമ്പിയക്ക് എന്തുകൊണ്ടും ചേർന്ന ബന്ധമായത്. അവന്റെ നാടും വീടും അറിയാതെ. എന്താ നാടും വീടും നോക്കുമ്പോഴേക്കും കണാരങ്കാർന്ന് ഒരു കല്യാണം നടത്തും. നിങ്ങൾ നാണം കെടും. മൂപ്പര മുമ്പ് തോക്കാൻ തന്നെ തീരുമാനിച്ചങ്ങള്. തല പോയാലും വേണ്ടില്ല, അവനെ എനിക്ക് തോൽപ്പിക്കണം. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഉൽപ്പലാക്ഷനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അവനും മഷി നോട്ടും, നിങ്ങൾക്കും മഷി നോട്ടും. രണ്ടുപേരും കൂടി ഒന്നായാൽ പിന്നെ ഇവിടെ ഒരു പൊടി പൂരമാകും. പിന്നെ കണാരങ്കാർന്നവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല. വൈദ്യരുടെ ബുദ്ധി അപാരം തന്നെ. ഉൽപ്പലാക്ഷന് ഒരു കല്യാണം ഉണ്ടെങ്കിൽ പെണ്ണ് എന്റെ മോൾ അമ്പിയായിരിക്കും. വൈദ്യര് പൊക്കോളൂ. സന്തോഷായി, എനിക്ക് സന്തോഷായി. ഏഷണ വൈദ്യര് കുടുംബം കലക്കി തെണ്ടി തെമ്മാടി ഏഭ്യൻ ചെറ്റ കഴുത. ലംബോദര, എന്തോ ഇവിടെ പറഞ്ഞൊന്നും ലംബോദരൻ കേട്ടില്ല. കേട്ടില്ല, കണ്ടില്ല, പറയില്ല. അതല്ലേ ലംബോദരൻ? ഈ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ കുപ്പിയിലാക്കുന്ന പണി തിരക്കേടില്ലട്ടോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ മുങ്ങും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ, ഞാൻ കൊടുക്കും. നോക്ക്, രാജയോഗം കുടക്കീഴിൽ വന്നു നിൽക്കുന്നു. സമയം കളയണ്ട, വാ. എപ്പോ വന്നു? കഷായപ്പൊതി ഞാൻ കൊടുത്തയച്ചിരുന്നല്ലോ. ഞാൻ വന്നത് ഉൽപ്പലാക്ഷനെ കാണാനാ. ഞങ്ങള് പ്രസിഡന്റിന്റെ വീട്ടില് മഷി നോക്കി വരുന്ന വഴിയാ. ആയിക്കോട്ടെ, എനിക്ക് ഉൽപ്പലാക്ഷനോട് സംസാരിക്കാനുണ്ട്. അതിന് ടോക്കൺ എടുക്കണം. വൈദ്യരെ,
അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴാണെന്ന് വെച്ചാ കണ്ടോളൂ. വന്നോളൂ. ഇതാ, ഇതാ. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാ. ലംബോദരം വരണ്ട. ഓ അല്ല വൈദ്യരെ, ബലഹീനതയ്ക്ക് വല്ല മരുന്നുണ്ടോ? എന്തിനാ? എനിക്കൊരാളാകാൻ. ഇരിക്കൂ. ആ കണാറിന്റെ വീട്ടിൽ പോയിന്ന് അറിഞ്ഞു. പോയിരുന്നു. അവിടെ പോവരുത്. അവൻ മഹാപഴയാ. അവന്റെ മോള് അതിലേറെ പഴയാ. മോൻ അംബികയെ കണ്ടിട്ടുണ്ടോ? ഏതംബിക? എന്റെ മോള് സുന്ദരിയാ. മോന്റെ ജാതി മതമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് മോനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോളെ ആയിരിക്കണം. കല്യാണക്കാര്യം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് വീട്ടുകാരെ വിവരം അറിയിക്കണം. പെട്ടെന്നൊരു തീരുമാനം. സമയെടുത്തോളൂ. പിന്നൊരു കാര്യം, ഇനിമേലിൽ കണാറിന്റെ വീട്ടിൽ പോകരുത്. ഇല്ല. ഉൽപ്പലാക്ഷനുള്ള ഭക്ഷണം ഇവിടെ എത്തും. അത്രയും വേണോ? വേണം. എന്റെ മരുമകനാകാൻ പോകുന്നവൻ കണ്ടവന്റെ എച്ചിൽ തിന്നാലേ എനിക്കാ ക്ഷീണം. തിന്നില്ല. തിന്നരുത്. എന്നെ ധിക്കരിച്ചാൽ പിന്നെ ഒന്നും തിന്നേണ്ടി വരില്ല. മനസ്സിലായോ? വരട്ടെ. അങ്ങനെ ഇപ്പൊ കണാരൻകാർന്നവരുടെ മോള് തങ്കമണി ഉൽപ്പലാക്ഷന് 3 നേരവും വെച്ച് വിളമ്പണ്ട. ഉൽപ്പലാക്ഷൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതും കാത്ത് വീട്ടിലിരിക്കത്തേ ഉള്ളു കാരണവര്. അതിനു മുമ്പ് അംബിക ചോറുമായി ഉൽപ്പലാക്ഷന്റെ അടുത്തെത്തണം. ഞാൻ പോയില്ല. വെട്ടി തുറക്കും ഞാൻ. പാത്രം എടുക്കടേ. ഇതാ. ഇടവും വലവും തിരിയാതെ അവന്റെ അടുത്തേക്ക് നടക്കടേ. കൊട പിടിച്ചോണ്ട് ഞാൻ പോണ പുറകെ. ലംബോദര, ഓ പറഞ്ഞത് ചെയ്താ മതി എല്ലാവരും. ഓ ആ അംബികയുടെ ഉൽപ്പലാക്ഷന്റെ കല്യാണം കഴിയുന്നവരെങ്കിലും വൈദ്യർ എന്റെ കൂടെ തന്നെ നിൽക്കണം. അത് പിന്നെ പറയണോ? പിന്നെ ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം. വരട്ടെ. ശരി, വരട്ടെ. സ്നേഹമുള്ളവനാ. ആരോട്? ലംബോദര. എന്തോ? നാരായണി അവളുടെ മോൾക്ക് വേണ്ടി മത്സരിക്കുക. അവൾ ജയിക്കരുത്. മോൾ അച്ഛന്റെ മാനം കാക്കണം. അച്ഛാ, എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കോളൂ. വിശ്വാമിത്രന്റെ തപസളക്കാൻ ചെന്ന മേനകയുടെ കഥ മോള് കേട്ടിട്ടില്ലേ? പുരാണങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തിനാ? ആവശ്യം വരുമ്പോൾ ജീവിതത്തിലിട്ട് പ്രയോഗിക്കാനാ. അച്ഛൻ ഇനി മുന്നോട്ടില്ല. മോള് പോയിക്കോളൂ. പോയി ഇതൊക്കെ മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞ് ആദ്യം അവന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ നോക്ക്. ആലോചിക്കാനുള്ളതൊക്കെ ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. അച്ഛനാ പറയുന്നത്. മോള് ചെല്ല്. ചെല്ല് മോളെ. ചെല്ലു മോളെ. എന്റെ ഭഗവതി, എല്ലാം മംഗളമാക്കി തരണേ. അയ്യോ, ആരാത്? എനിക്ക് വിശ്വസിക്കാമോ? അമ്മ പറഞ്ഞു ചോറ് കൊണ്ടുവരാൻ. ഓ, എനിക്ക് ശുക്രദശ തുടങ്ങിയെന്നാ തോന്നുന്നു. എന്താ? ഏയ്, നല്ല വിശപ്പ്. വിരോധമല്ലെങ്കിൽ അമ്പയുടെ കൈ കൊണ്ട് തന്നെ വിളമ്പിക്കോളൂ. വൈദ്യരെ, ഇത് തങ്കമണി. ഉൽപ്പലാക്ഷന് കോളടിച്ചടാ. അപ്പൊ എന്റെ കാര്യം? ഇതെല്ലാം നിനക്ക് വേണ്ടി അല്ലടാ. കുറച്ചുകൂടി ഇതെന്താ? ചോറ്. എന്റെ അമ്മ, എനിക്കൊന്നും എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞു ഇത് മുഴുവനും തിന്നണമെന്ന്. അമ്മ പറഞ്ഞു ഇത് മുഴുവനും തീറ്റിക്കണമെന്ന്. മോളെ, എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? തങ്കമണിക്ക് സുഖമില്ല. നിങ്ങൾ വൈദ്യുതി അറിയണ്ട, വൈദ്യുതി വിളിക്ക്. മോളെ. കുട്ടിക്ക് എന്തേ പറ്റിയേ? അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. എവിടെ രോഗി? എവിടെ? ഇവിടെ. എനിക്കല്ല, ചേച്ചിക്കാ. ചേച്ചിയായാലും അനിയത്തിയായാലും ഒക്കെ ഒരുപോലെ. എന്താ എന്താ തുറന്നു പറയൂ. അത് കേൾക്കാനുള്ള മനക്കെട്ടി ഇവിടത്തേക്കുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും കേട്ടല്ലേ പറ്റൂ. തങ്കമണി ഒരു അമ്മയാവാൻ പോകുന്നു. 3 മാസം ഗർഭിണിയാ. നേരാണോ വൈദ്യരെ? ഇത് ശരിയാണെങ്കിൽ തനിക്ക് ഒരു പൊന്നുറുപ്പ്യ തരും.
നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്ത് പിടിച്ചോ? കല്യാണം കഴിയാത്ത പെണ്ണ് ഗർഭം കയറി നിൽക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കുന്നോ? ഈ പോടി അവിടെ നിന്ന് തന്തയില്ലാത്ത കുഞ്ഞിനൊന്നും എന്റെ മോള് പ്രസവിക്കാൻ പോകത്തില്ല. നാരായണമായിട്ടുള്ള മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷൻ ഇനി എന്റെ മോളെ കെട്ടു. ഞാനിനി എന്താണാവോ വേണ്ടത്? താൻ ചെന്ന് നാട് മുഴുക്ക ഉറക്കെ പറയാ. വടക്കേക്കര കടാരത് പേരക്കുട്ടി ജനിക്കാൻ പോണെന്ന്. മതിനോട്ടക്കാരന്റെ ഉൽപ്പലാക്ഷനാണ് എന്റെ ബരി വേണ്ടത്. ഇനി ഞാനൊരു കളി കളിക്കോട് വിശാലാക്ഷി. ഈ മുറ്റത്തൊരു പണിപ്പന്തലൊരുങ്ങും. എന്റെ മകളുടെ കത്തിൽ ഉൽപ്പലാക്ഷൻ താലി കെട്ടും. നാരായണിയും മക്കളും ഈ ഗ്രാമം വിട്ടോടും. എവിടെ അമ്പി? എവിടെ? അവിടെ കിടന്ന് നോക്കാനിക്കണോ? ഇങ്ങോട്ട് വരിക, ഞാനൊന്ന് നോക്കട്ടെ. പതുക്കെ പതുക്കെ. അവളുടെ കൈ പിടിച്ച് ഇവിടെ ഇത്ര. ഓ, അങ്ങോട്ട് ഇരുന്നോളൂ. കയ്യൊന്ന് നീട്ട. കുടുംബത്തിന് ചീത്തപ്പേരായല്ലോ. വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഗർഭം, അവിഹിത ഗർഭം. അവിഹിത ഗർഭം നിന്റെ തള്ളക്ക്. എന്റെ മോള് ഗർഭിണിയാണെങ്കിലേ അവളുടെ വയറ്റി കിടക്കണ കുട്ടിക്ക് തന്തയുണ്ട്. പേരും പെരുമയുള്ള ഉൽപ്പലാക്ഷൻ. മുങ്ങാങ്കുഴി ഗ്രാമത്തിൽ ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാനിവിടെ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷനിനി എന്റെ മോളെ കെട്ടു. അവിടെ കണാരൻകാരനോരുടെ മോളും ഗർഭിണിയാ. അതും ഉൽപ്പലാക്ഷനാണെന്നാ പറയുന്നേ. ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വത്തിനെ കാണാറ് വേറെ ആളെ നോക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഇനി എന്താണാവോ അടിയന്റെ ജോലി? ആ അംബിക ഉൽപ്പലാക്ഷൻ തമ്മിലുള്ള കല്യാണം കഴിയുന്നവരെ വൈദ്യരിന് മറ്റൊരു ജോലിയും ചെയ്യണ്ട. അത് ഞാൻ ഏറ്റു. എങ്കിൽ പോവാ. നാടൊട്ടും കല്യാണം ക്ഷണിക്കാനുള്ള ഏർപ്പാട് ചെയ്യ. അതും ഞാൻ ഏറ്റു. ലംബോദര, ഓ എല്ലാം കേട്ടല്ലോ? കേട്ടു. എന്നാ ഇനിയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാതെ ആ. ഒന്ന് ഉഷാറാവുക. ആ. മോളുടെ കല്യാണല്ലേ വരുന്നത്. ഉവ്വേ